ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിൻ്റെ 93ാമത് വാർഷികത്തിൽ ഡിസംബർ 15-ന് ആരംഭിച്ച ഈ തീർത്ഥാടന മഹാസമ്മേളന പരമ്പര ഇന്ന് ജനുവരി 1-ാം തീയതി സംഘടന എന്ന വിഷയത്തെക്കുറിച്ച് ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ ബോസ് ഉദ്ഘാടനം ചെയ്ത് ഈ സമ്മേളനത്തിന് നടക്കുകയാണ്. ഞാൻ അത്യധികമായ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയുടെ ഏറ്റവും വലിയ കടമയെന്ന് പറയാവുന്നത് ജാതി മത ദേശ ഭേദചിന്തകൾക്ക് അതീതമായി ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയും അനുയായികളും ഏറ്റെടുക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ ശിവഗിരിയിലെ ഇന്നത്തെ ഭരണസമിതി അല്പം ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിൽ അഹന്ത വിചാരിക്കരുത്. നിങ്ങൾ ഈ വേദിയിൽ പല പ്രാവശ്യം കേട്ട കാര്യങ്ങൾ നമ്മളുടെ ശശി തരൂർ ഗുരുദേവനെ കുറിച്ചൊരു ഗ്രന്ഥം എഴുതണമെന്ന് ഞങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കുകയും അക്കാര്യം അദ്ദേഹത്തോട് പറയുകയും ഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്തു. ഗുരുദേവനെ കുറിച്ച് മറ്റ് പല ആളുകളും എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു 10-60 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എഴുതേണ്ട ആളുകൾ എഴുതിയാൽ മാത്രമേ ഗുരുവിൻ്റെ സ്വരൂപം വിശ്വം ഒട്ടാകെ എത്തുകയുള്ളൂ. നമ്മുടെ ശശി തരൂർ ഒരു വിശ്വപൗരനാണ്. വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതുവാൻ മറ്റാരെയും അവകാശമുള്ളത് യോഗ്യതയുള്ളത് വിശ്വപൗരനായ ഒരു വ്യക്തിക്ക് ശശി തരൂർ നിർവഹിച്ചു. ഇവിടെ കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതിയെ കൊണ്ട് അതിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചപ്പോൾ ശിവഗിരി മഠം അത്യധികമായി സന്തോഷിച്ചു. അതുമാത്രമല്ല, ശിവഗിരി മഠം ചെയ്തു പോരുന്ന കേരളത്തിലും ഭാരതത്തിനും വെളിയിലുമായി നടക്കുന്ന സമ്മേളന പരമ്പരകളിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഓസ്ട്രേലിയയിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം വിശിഷ്ട മുഖ്യ അതിഥിയായി പങ്കെടുത്ത് പ്രസംഗിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെയാണ് ആ കാര്യത്തിലേക്ക് സെലക്ട് ചെയ്തത്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വത്തിക്കാനിലും ഫിജിയിലും നമ്മുടെ ബഹ്റിനിലും ലണ്ടനിലുമൊക്കെയായി നടന്ന സമ്മേളനം ഗുരുവിൻ്റെ ദർശനം മലയാളികളല്ലാത്ത ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശ്രീനാരായണ ഭക്തരായിരിക്കുന്ന നമുക്ക് ഓരോരുത്തരും കടമയുണ്ട്, കർത്തവ്യമുണ്ട്. അക്കാര്യം നിർവഹിക്കുന്നതിൽ ശ്രീ ശശി തരൂർ ശിവഗിരി മഠവുമായി സഹകരിച്ചതിൽ ഞങ്ങൾക്കുള്ള അല്പമായ സന്തോഷം ഈ അവരത്തിൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ശിവഗിരിയിൽ വരുന്നത് ഗവർണറായതിനു ശേഷം 2ാമത്തെ പ്രാവശ്യം. അദ്ദേഹം കേരളത്തിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോഴും മറ്റ് ഔദ്യോഗികമായ തലങ്ങളിൽ വിഹരിക്കുമ്പോഴുമൊക്കെ പല പ്രാവശ്യം ശിവഗിരി തീർത്ഥാടന പരിപാടികളിലേക്ക് പങ്കെടുത്തിട്ടുള്ളവരാണ്. പക്ഷെ വെസ്റ്റ് ബംഗാൾ ഗവർണറായതിനു ശേഷം ഞങ്ങൾ ശിവഗിരി മഠത്തിൽ നിന്ന് ആരും ക്ഷണിക്കാതെ ഗുരുദേവനോടും ശിവഗിരിയോടുമുള്ള ആഭിമുഖ്യം കൊണ്ട് അദ്ദേഹം ഒരു നാൾ ശിവഗിരിയിൽ വന്ന് മഹാസമാധിയിൽ വന്ന് പ്രണമിച്ചു. ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്നപ്പോഴാണ് ഞങ്ങൾ
ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം തീർത്ഥാടന പരിപാടികളുടെ സമുദ്ഘാടനത്തിന് വേണ്ടി ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ച് ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ നിർദ്ദേശം നൽകി ഏതാനും മാസങ്ങൾക്കുള്ളിൽ വെസ്റ്റ് ബംഗാളിൽ കൽക്കട്ടയിൽ വെച്ച് ശാന്തി നികേതനയിൽ വെച്ച് ഗുരുദേവനും ടാഗോറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള മഹാസമ്മേളനം നടക്കും. ആ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രീ അനൂപിനെയും ശ്രീ ബാബു പണിക്കരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്നോട് ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞൊരു കാര്യം, ഞാനും ഗുരുദേവനെ കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സന്തോഷമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെയും ദർശനത്തെയും ആസ്പദമാക്കി ഒരു പഠനം എഴുതുവാനാണ് ബഹുമാന്യനായ ശ്രീ ആനന്ദബോധോടുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ആവശ്യമായ ഗ്രന്ഥങ്ങൾ കൊടുത്ത് സഹായിക്കണമെന്ന് എന്നോട് പറയുകയുണ്ടായി. ഏതായാലും ഇതെല്ലാം നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന കാര്യമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം അതൊരു സമുദായത്തിൽ ഒതുങ്ങിക്കേണ്ടതല്ല. കേരളീയർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപരാധം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കേരളീയർ ചെയ്തത്, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകൾ ചെയ്തത്, ശ്രീനാരായണ ഗുരുവിനെ ഒരു സമുദായത്തിന്റെ മുഖംമൂടി നൽകി ഒരു മൂലയ്ക്കൊറ്റക്കിരുത്തി എന്നുള്ള അപരാധമാണ്. അതാണ് ഇവിടെ സംഭവിച്ചു പോയത്. അതിനപ്പുറത്ത് ശ്രീനാരായണ ഗുരു ജാതിയുടേതല്ല, മതത്തിൻ്റെതല്ല, ദേശത്തിൻ്റെതല്ല, അക്ഷരാർത്ഥത്തിൽ വിശ്വത്തെ ഒന്നായി കണ്ട ഒരു വിശ്വമഹാഗുരുവാണ് എന്നുള്ള സത്യം ഇന്ന് ഏതാണ്ട് സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങൾക്കുള്ള വലിയ സന്തോഷം അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന് മഹാകവി കുമാരനാശാനും ഗുരുവിന്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗ സ്വാമിയും നൽകിയ വിശേഷണം സർവലോകാനുരൂപൻ എന്നാണ്. സർവലോകാനുരൂപൻ. ഒരുപക്ഷെ ആ ഒരു വിശേഷണം ശ്രീനാരായണ ഗുരുവിനല്ലാതെ മറ്റാർക്കെങ്കിലും ചേരുമോ എന്ന് നിങ്ങൾ പരിചിന്തനിച്ചു. സർവലോകാനുരൂപൻ എന്ന് പറഞ്ഞാൽ സർവലോകത്തിനും സർവലോകർക്കും അനുരൂപമാർന്ന വ്യക്തിപ്രഭാവം. ഗുരുവിന്റെ ആദ്യ ശിഷ്യനായ ശിവലിംഗ സ്വാമി നായർ സമുദായത്തിൽ ജനിച്ചതാണ്. അവസാനത്തെ ശിഷ്യനായ സ്വാമി ആനന്ദതീർത്ഥൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചതാണ്. ഈ ശിവഗിരിയുടെ ആദ്യത്തെ സെക്രട്ടറിയായ പരമേശ്വരൻ മേനോൻ സ്വാമി ധർമ്മതീർത്ഥ ഈ ശിവഗിരി തീർത്ഥാടനത്തെ പ്രഖ്യാപനം ചെയ്തത് സുഖാനന്ദ സ്വാമി സമുദായത്തിൽ ഗുരുദേവന്റെ ക്ഷേത്രങ്ങളിൽ വൈദിക താന്ത്രിക കർമ്മങ്ങൾ
മതവിശ്വാസമുള്ളവരും മതവിശ്വാസമില്ലാത്തവരും ദാർശനികന്മാരും വിപ്ലവകാരികളും കവികളും എന്ന് വേണ്ട ഏതെല്ലാം മണ്ഡലങ്ങളുണ്ടോ ആ മണ്ഡലങ്ങളിലുള്ളവരെല്ലാം ഗുരുവിന് ശിഷ്യന്മാരായിരുന്നു. അവർ ഓരോരുത്തരും അഭിമാനിച്ചു. ശ്രീനാരായണ ഗുരു എന്നെയാണ് ലാളിച്ചത്, വളർത്തിയത്. കുമാരനാശൻ പറഞ്ഞു എന്നെ വളർത്തിയതുപോലെ വേറ്റാരെയും വളർത്തിയത്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു നിരീശ്വരവാദിയും യുക്തിചിന്തകനുമായ സഹോദരൻ അയ്യപ്പനെ ഗുരുദേവൻ വളർത്തിയത്. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് മനസ്സിലാക്കണം. എല്ലാവരും ഒരുപോലെ അഭിമാനിച്ചു. സ്വാമി എന്നെയാണ് വളർത്തിയത്, എന്നെയാണ് നയിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഭിന്ന മേഖലകളിലുള്ളവർ തീയും വെളിച്ചവും തമ്മിലൊന്നും, തീയും വെള്ളവും തമ്മിൽ ഒന്നിച്ചിരിക്കുമോ, വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഒന്നിച്ചിരിക്കുമോ, ചൂടും തണുപ്പും തമ്മിൽ ഒന്നിച്ചിരിക്കുമോ, ആ വൈരുദ്ധ്യങ്ങൾ ശ്രീനാരായണ ഗുരുവിൽ സമന്വയിക്കുന്നു. അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ തത്വദർശനം. ആ തത്വദർശനത്തിന്റെ മഹിമയാണ് നാം അറിയേണ്ടത്. ഗുരു ഉപദേശിച്ചു മാനവരൊക്കെയും ഒന്ന്, അതാണ് നമ്മുടെ മതം. മാനവരൊക്കെയും ഒന്ന്, അതാണ് നമ്മുടെ മതം. അവിടെ ദൈവവിശ്വാസമുള്ളവർക്കും ദൈവവിശ്വാസമില്ലാത്തവർക്കും, മതവിശ്വാസമുള്ളവർക്കും മതവിശ്വാസമില്ലാത്തവർക്കും, ദാർശനികന്മാർക്കും എല്ലാവർക്കും ഇരിക്കാവുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം. ആ പൊതു പ്ലാറ്റ്ഫോമാണ് ശ്രീനാരായണ ധർമ്മം, ശ്രീനാരായണ ഗുരുവിന്റെ മതം. അതാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതറിഞ്ഞുകൊണ്ടാണ് കുമാരനാശാൻ ഗുരുവിനെ സർവലോകാനുരൂപൻ എന്ന് വിശേഷിപ്പിച്ചത്. സഹോദരങ്ങളെ, ഗുരുവിന്റെ ദർശനത്തിന് കാലികമായ പ്രസക്തി വളരെ വലുതാണ്. നമുക്കറിയാം, കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും മതതീവ്രവാദ പ്രവർത്തനങ്ങളുടെയും മതപരിവർത്തനങ്ങളുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, ഈ കാട്ടുതീ അടയ്ക്കുവാൻ ശ്രീനാരായണ ദർശനത്തിന്റെ അമൃതവർഷം ഉണ്ടാകും. അതേപോലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ തന്നെ കുടികൊള്ളുന്നുണ്ട്. ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ നിന്ന് കാല് കഴുകിയപ്പോൾ അവരുടെ പേരിൽ ഐത്യം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ആ പ്രവണത ഇല്ലാതാകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിംഗ് പത്രത്തിൽ വന്നിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമോ, അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശം അന്വേഷിച്ചുകൊണ്ട് ഓർഡറിട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ശിവഗിരി മഠത്തെ സംബന്ധിച്ച്, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിത്യ ചൈതന്യത്തിൽ അങ്ങനെയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നും ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്നത് ആ ഒരു വിശ്വാസത്തെ. മാമൂലുകളെ, അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ ഈ രാജ്യത്ത് ദൂരീകരിക്കുവാൻ ശ്രീനാരായണ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും ശ്രീനാരായണ ഗുരുദേവന്റെ തിരുനാമധേയത്തിൽ, ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഉണർന്നു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ശബരിമലയിൽ യേശുദാസിന് ഇപ്പോഴും പ്രവേശനമില്ല. യേശുദാസിന് ഹിന്ദുവല്ലത്ര. വാസ്തവത്തിൽ യേശുദാസിനേക്കാൾ നല്ല വേറെ ഏത് ഹിന്ദുവുണ്ട്? ഇതൊക്കെ മാറ്റം വരേണ്ട കാലം കഴിഞ്ഞില്ലേ? ഇതൊക്കെ ചിന്തിച്ചു